എല്ലാവർക്കും നമസ്കാരം. ഇത് ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ്. അതിനാൽ തന്നെ വിവാദങ്ങളും സ്വാഭാവികമാണ്. പുതിയ വിവാദം FCRAയുമായി ബന്ധപ്പെട്ടതാണ്. നിലവിലുള്ള FCRA നിയമം ഭേദഗതി ചെയ്യുവാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ശ്രമത്തെ കേരളത്തിലെ ക്രൈസ്തവ സഭകളും പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതിശക്തമായി എതിർക്കുകയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ FCRA എന്താണെന്നും അതിൻ്റെ ചരിത്രം എന്താണെന്നും പ്രതിപക്ഷ കക്ഷികൾ പറയുന്നത് പോലെ അത് മതന്യൂനപക്ഷങ്ങളെ പ്രതികൂലമായി ബാധിക്കുമോ എന്നുമാണ് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. 1976 FCRA എന്ന നിയമം പാസാക്കപ്പെടുന്നത്. FCRA എന്നാൽ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് അഥവാ വിദേശ സംഭാവന നിയന്ത്രണ ചട്ടം എന്നതാണ് അർത്ഥം. 1976 പ്രത്യേകത നമുക്കേവർക്കും അറിയാവുന്നതാണ്. ഇന്ത്യയിൽ അടിയന്തരാവസ്ഥയുടെ കർശന നിയന്ത്രണങ്ങൾ നിലവിലിരുന്ന കാലമായിരുന്നു അത്. ജനാധിപത്യ ശക്തികളെയും മറ്റ് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും സംശയദൃഷ്ടിയോടെയായിരുന്നു അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി വീക്ഷിച്ചിരുന്നത്. അതിനാൽ തന്നെ തൻ്റെ സർക്കാരിനെ അട്ടിമറിക്കുന്നതിന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പണം വരുന്നുണ്ടോ എന്നത് നിരീക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു യഥാർത്ഥത്തിൽ 1976 FCRA പാസാക്കപ്പെടുന്നത്. പ്രസ്തുത നിയമം നിലവിൽ വന്നതിന് ശേഷം ഒരു സംഘടനയ്ക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നും സംഭാവന സ്വീകരിക്കണമെങ്കിൽ ആ സംഘടന ഈ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കണം എന്ന നിബന്ധന നിലവിൽ വന്നു. പിന്നീട് ഈ നിയമത്തിൽ ഭേദഗതി വരുത്തിയത് 2010 ശ്രീ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ്. ധാരാളമായിട്ടുള്ള NGOകൾ രാജ്യത്താകമാനം രജിസ്റ്റർ ചെയ്യപ്പെടുകയും പ്രസ്തുത സംഘടനകൾ വഴി വിദേശ രാജ്യങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് കോടി രൂപ ഇന്ത്യയിൽ എത്തുകയും ചെയ്യുന്നതായി സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പ്രസ്തുത തുക എന്തിനാണ് വിനിയോഗിക്കുന്നത് എന്നത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയതിൽ രാജ്യത്ത് നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെ തുരങ്കം വയ്ക്കുന്നതിനും സർക്കാരിനെതിരെയുള്ള പ്രചരണ പ്രവർത്തനങ്ങൾക്കുമാണ് ഈ പണം കൂടുതലായി വിനിയോഗിക്കുന്നത് എന്ന് കണ്ടെത്തുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രസ്തുത നിയമം ഭേദഗതി ചെയ്യുന്നതിന് തീരുമാനിക്കപ്പെട്ടത്. ഈ ഭേദഗതി പ്രകാരം FCRAയുടെ പരിധിയിൽ വരുന്ന സംഘടനകൾ 5 വർഷത്തിലൊരിക്കൽ അവരുടെ രജിസ്ട്രേഷൻ പുതുക്കേണ്ടത് നിർബന്ധമാക്കി മാറ്റി. അതുമാത്രമല്ല, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ട് വഴി മാത്രമേ വിദേശ സഹായം സ്വീകരിക്കുവാൻ പാടുള്ളൂ എന്ന വ്യവസ്ഥയും നിലവിൽ വന്നു. അതോടൊപ്പം ഇത്തരം NGOകൾക്ക് ചില നിബന്ധനകളും ബാധകമാക്കുകയുണ്ടായി. പ്രസ്തുത ഫണ്ട് ഉപയോഗിച്ച് മതപരിവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം, മാധ്യമ പ്രവർത്തനം എന്നിവ നടത്തുവാൻ പാടില്ല എന്നതായിരുന്നു ഈ നിബന്ധനകൾ. പ്രസ്തുത ഭേദഗതി നിലവിൽ വന്നതോടുകൂടി സർക്കാർ ജീവനക്കാർ, രാഷ്ട്രീയ പാർട്ടികൾ, മാധ്യമ സ്ഥാപനങ്ങൾ, മാധ്യമ പ്രവർത്തകർ എന്നിവർ നേരിട്ട് വിദേശ ഫണ്ട് സ്വീകരിക്കുവാൻ പാടില്ല എന്ന വ്യവസ്ഥ വന്നു. എന്നാൽ മറ്റ് മേഖലകളിൽ, അതായത് വിദ്യാഭ്യാസം, ആരോഗ്യം, ഗ്രാമവികസനം തുടങ്ങിയ മേഖലകളിൽ വിദേശ ഫണ്ട് സ്വീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള അനുമതി തുടരുകയും ചെയ്തു. 2010 ഭേദഗതികൾ കർശനമായിരുന്നുവെങ്കിലും അതിൽ വെള്ളം ചേർക്കുവാൻ കഴിയുന്ന ധാരാളം പഴുതുകൾ ഉണ്ടായിരുന്നു. FCRA രജിസ്ട്രേഷൻ ലഭ്യമായിട്ടുള്ള ഏതെങ്കിലും സംഘടന വഴി പണം സ്വീകരിക്കുകയും പ്രസ്തുത പണം മറ്റ് സംഘടനകൾക്ക് നൽകിക്കൊണ്ട് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന പ്രവണത ഇതിനു ശേഷവും തുടർന്നു. രാജ്യത്ത് സമീപകാലത്ത് സംഭവിച്ചിട്ടുള്ള ഡൽഹി കലാപം, കർഷക സമരം, മണിപ്പൂർ കലാപം എന്നിവയിൽ ഇത്തരത്തിലുള്ള NGOകളുടെ സ്വാധീനം തെളിഞ്ഞു കാണാവുന്നതാണ്. പല രാജ്യങ്ങളിലും വിദേശ ഫണ്ട് നൽകിക്കൊണ്ട് സംഘടനകളെ സ്വാധീനിക്കുകയും സർക്കാരുകളെ അട്ടിമറിക്കുകയും ചെയ്യുന്ന പ്രവണത കൂടി വരുന്ന കാലമാണിത്. ശ്രീലങ്ക, നേപ്പാൾ, ബംഗ്ലാദേശ് എന്നിവ സമീപകാല ഉദാഹരണങ്ങളാണ്. ഈ സാഹചര്യത്തിലാണ് പഴുതടച്ചുള്ള നിയമനിർമ്മാണത്തിന് കേന്ദ്ര സർക്കാർ നിർബന്ധിതമായത് എന്ന് കാണാം.
അതിൻ്റെ ഫലമായിട്ടാണ് FCRA അമെൻമെൻറ്റ് 2026 ലോകസഭയിൽ അവതരിപ്പിക്കപ്പെട്ടത്. സത്യസന്ധമായി സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനകൾക്ക് സഹായകരവും അതേസമയം വിദേശ ഫണ്ട് ഉപയോഗിച്ച് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനകൾക്ക് പ്രതികൂലവുമായിരുന്നു ഈ ഭേദഗതികൾ എന്നത് പറയാതെ വയ്യ. ഈ നിയമത്തിൽ പുതുതായി നിലവിൽ വന്നിട്ടുള്ള ഭേദഗതികൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഒരു NGOയ്ക്ക് ലഭിക്കുന്ന വിദേശ ഫണ്ട് മറ്റൊരു സംഘടനയ്ക്ക് കൈമാറ്റം ചെയ്യുവാൻ പാടില്ല എന്നതാണ് ഇതിലെ ഒന്നാമത്തെ വ്യവസ്ഥ. അതായത് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സന്നദ്ധ സംഘടനയ്ക്ക് ലഭിക്കുന്ന വിദേശ പണം വകമാറ്റിക്കൊണ്ട് ഗ്രാമവികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന മറ്റൊരു സംഘടനയ്ക്ക് നൽകുവാൻ പാടില്ല എന്നർത്ഥം. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഒരു ആരാധനാലയം പണിയാനായി വിദേശത്തു നിന്നും വാങ്ങിയ പണം ഉപയോഗിച്ച് മറ്റൊരു കെട്ടിടം നിർമ്മിക്കുവാൻ പാടില്ല എന്നർത്ഥം. ഇതിലെ രണ്ടാമത്തെ വ്യവസ്ഥ എന്നത് ബാങ്ക് അക്കൗണ്ടിനെ സംബന്ധിച്ചാണ്. അതായത് FCRA പ്രകാരം സർട്ടിഫിക്കറ്റ് നേടിയിട്ടുള്ള സംഘടനകൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡൽഹി മെയിൻ ബ്രാഞ്ചിൽ അക്കൗണ്ട് എടുത്തിരിക്കണം എന്ന് മാത്രമല്ല, പ്രസ്തുത അക്കൗണ്ട് മുഖാന്തിരം മാത്രമേ വിദേശത്തു നിന്നും ഫണ്ട് സ്വീകരിക്കുവാനും മറ്റ് ഇടപാടുകൾ നടത്തുവാനും പാടുള്ളൂ. നിലവിലുള്ള നിയമപ്രകാരം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഏതെങ്കിലും ബ്രാഞ്ചിൽ അക്കൗണ്ട് ഉണ്ടായാൽ മതിയായിരുന്നു. ഇങ്ങനെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ ആയിരക്കണക്കിന് SBI ബ്രാഞ്ചുകളിലുള്ള അക്കൗണ്ട് മുഖാന്തിരമുള്ള ഇടപാടുകൾ കൃത്യമായി നിരീക്ഷിക്കുന്നതിന് സർക്കാർ സംവിധാനം അപര്യാപ്തമായതിനാലാണ് SBIയുടെ ഡൽഹി ബ്രാഞ്ചിലുള്ള അക്കൗണ്ട് നിർബന്ധമാക്കിയത്. ഇതുവഴി പ്രസ്തുത ബാങ്കിലെ അക്കൗണ്ടുകൾ കൃത്യമായി നിരീക്ഷിക്കുന്നതിന് കേന്ദ്ര സർക്കാരിന് സാധിക്കും. വിദേശ സംഭാവനയായി സ്വീകരിക്കുന്ന തുകയുടെ 20% മാത്രമേ അഡ്മിനിസ്ട്രേറ്റീവ് ചെലവ് എന്ന നിലയിൽ ഉപയോഗിക്കുവാൻ സാധിക്കൂ എന്നതാണ് മറ്റൊരു ഭേദഗതി. നിലവിൽ അത് 50% അതായത് ഒരു സംഘടന വിദേശത്ത് നിന്നും 1 കോടി രൂപ സഹായം സ്വീകരിച്ചാൽ അതിൽ 50 ലക്ഷവും ഭരണപരമായ ചെലവ് എന്നെഴുതിക്കൊണ്ട് വകമാറ്റുവാൻ സാധിക്കുമായിരുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ നൽകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ ഭേദഗതി പ്രകാരം ഇത്തരത്തിൽ 20 ലക്ഷം രൂപ മാത്രമേ വകമാറ്റുവാൻ സാധിക്കുകയുള്ളൂ. ബാക്കിയുള്ള 80 ലക്ഷം രൂപയും സന്നദ്ധ പ്രവർത്തനത്തിന് തന്നെ ഉപയോഗിക്കേണ്ടി വരും എന്നർത്ഥം. 2010 ഭേദഗതിയിലും 20% കുറച്ചിരുന്നുവെങ്കിലും അത് കർശനമാക്കിയിരുന്നില്ല എന്നതാണ് പ്രത്യേകത. അതുപോലെ തന്നെ സംഘടനയുടെ ഡയറക്ടർമാർ, ട്രസ്റ്റികൾ എന്നിവർക്കെല്ലാം നിർബന്ധമായും ആധാർ ഉണ്ടായിരിക്കേണ്ടതും അവ ബന്ധപ്പെട്ട അധികാര കേന്ദ്രത്തിന് മുന്നിൽ സമർപ്പിക്കേണ്ടതുമാണ്. ഇത്തരത്തിലുള്ള 4 പ്രധാന ഭേദഗതികളാണ് പുതുതായി നിലവിൽ വരുന്നത്. നിലവിലുള്ള നിയമപ്രകാരം ഓരോ 5 വർഷം കൂടുമ്പോഴും NGOകൾ രജിസ്ട്രേഷൻ പുതുക്കേണ്ടതുണ്ട്. ഇങ്ങനെ പുതുക്കുന്നതിന് പുതിയ ഭേദഗതിയിലൂടെ ചില നിബന്ധനകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സംഘടനയ്ക്ക് ലഭിക്കുന്ന വിദേശ ഫണ്ട് ശരിയായ കാര്യത്തിന് ഉപയോഗിച്ചിട്ടുണ്ടോ, അത് കാര്യക്ഷമമായിട്ടാണോ ഉപയോഗിച്ചത്, നിയമം അനുശാസിക്കുന്ന കാര്യങ്ങളെല്ലാം അതിൽ പാലിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ വിലയിരുത്തുന്നതിനാണ് പുതിയ നിബന്ധനകൾ ഏർപ്പെടുത്തിയത്. അതിൻ്റെ ഭാഗമായി സർട്ടിഫിക്കറ്റ് പുതുക്കുന്നതിനുള്ള അപേക്ഷയോടൊപ്പം സംഘടനയുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, വിശദമായ ആഡിറ്റ് റിപ്പോർട്ട് എന്നിവ സമർപ്പിക്കേണ്ടതുണ്ട്. SBIയുടെ ഡൽഹി അക്കൗണ്ട് വഴിയാണോ വിദേശ സഹായം ലഭിച്ചത്, നിയമത്തിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് പ്രസ്തുത തുക മറ്റാർക്കെങ്കിലും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ എന്നീ കാര്യങ്ങൾ പരിശോധിക്കപ്പെടുന്നതാണ്. അതോടൊപ്പം സംഘടനയുടെ ഡയറക്ടർമാർ, ട്രസ്റ്റികൾ എന്നിവയുടെ ബാക്ക്ഗ്രൗണ്ടുകളും പരിശോധിക്കപ്പെടും. ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ അധികാരി മുമ്പാകെ സമർപ്പിക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ സംഘടന സമർപ്പിച്ച പ്രവർത്തന റിപ്പോർട്ട് ശരിയാണോ എന്ന് പരിശോധിക്കുന്നതിനായി ഫീൽഡ് ലെവലിലുള്ള പരിശോധനയും ഉണ്ടായിരിക്കും.
ഇക്കാര്യങ്ങളെല്ലാം പരിശോധിച്ച ശേഷം സംഘടനയുടെ പ്രവർത്തനങ്ങൾ സുതാര്യമാണെന്നും കണക്കുകളെല്ലാം കൃത്യമാണെന്നും ബോധ്യപ്പെടുന്ന മുറയ്ക്ക് രജിസ്ട്രേഷൻ പുതുക്കി നൽകുന്നതാണ്. ഇതിൽ ഏതെങ്കിലും രേഖകളിൽ പൊരുത്തക്കേടുള്ള പക്ഷം ആയത് തിരുത്തുന്നതിനും സമയം അനുവദിക്കുന്നതാണ്. നിശ്ചിത സമയപരിധിക്കുള്ളിൽ കൃത്യമായ രേഖകൾ സമർപ്പിക്കാത്ത പക്ഷം ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ ക്യാൻസലായതായി കണക്കാക്കപ്പെടും. കൃത്യമായി രജിസ്ട്രേഷൻ പുതുക്കാതിരിക്കുകയോ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യപ്പെടുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ അത്തരം സംഘടനകളുടെ ആസ്തി ബാധ്യതകൾ ചിട്ടപ്പെടുത്തുന്നതിനും അവ കണ്ടുകെട്ടുന്നതിനുമായി ഒരു ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയെ നിയമിക്കുമെന്നും പുതിയ നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. കാലാകാലങ്ങളായി നടന്നുവരുന്ന ഒരു തട്ടിപ്പ് നിയന്ത്രിക്കുന്നതിനാണ് ഈ വ്യവസ്ഥ കൊണ്ടുവന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഒരു സംഘടന രൂപീകരിക്കുകയും അതിന് FCRA സർട്ടിഫിക്കറ്റ് നേടുകയും ചെയ്ത ശേഷം വിദേശത്ത് നിന്നും ഫണ്ട് സ്വീകരിക്കുന്നു. അങ്ങനെ സ്വീകരിച്ച തുക കൊണ്ട് ആശുപത്രികളോ സ്കൂളുകളോ മറ്റ് സ്ഥാപനങ്ങളോ പടുത്തുയർത്തുന്നു. പിന്നീട് ഈ രജിസ്ട്രേഷൻ പുതുക്കാതിരിക്കുകയും ആ സ്ഥാപനം തങ്ങളുടെ സ്വകാര്യ സ്വത്താക്കി മാറ്റുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ വിദേശ ഫണ്ട് തട്ടിപ്പ് നടത്തി സ്വകാര്യ സ്വത്തുണ്ടാക്കുന്ന നിരവധി സംഘടനകളും വ്യക്തികളും നമ്മുടെ രാജ്യത്തുണ്ട്. ഇത്തരത്തിൽ സ്വകാര്യ നേട്ടത്തിനായി വിദേശ സംഭാവന ഉപയോഗപ്പെടുത്തുന്ന വ്യക്തികളെ നിയമത്തിന്റെ പരിധിക്കുള്ളിൽ കൊണ്ടുവരുന്നതിനും തട്ടിപ്പ് നടത്തി അവർ സ്വന്തമാക്കിയ വസ്തുവകകൾ സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നതിനുമാണ് ഈ വ്യവസ്ഥ. കേന്ദ്ര സർക്കാർ സ്വാധീനം ഉപയോഗിച്ച് പള്ളികൾ പിടിച്ചെടുക്കുമെന്നും അവ സർക്കാർ നിയന്ത്രണത്തിലാക്കുമെന്നുമുള്ള വാദങ്ങൾ ഈ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് ഉയരുന്നത്. എന്നാൽ ഈ ആശങ്കകൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല എന്നതാണ് വസ്തുത. ഇത്തരത്തിൽ പിടിച്ചെടുക്കപ്പെടുന്ന സ്ഥാപനം ഒരു ആരാധനാലയമാണെങ്കിൽ അതിൻ്റെ ആരാധനാലയം എന്ന സ്വഭാവം നിലനിർത്തുന്നതാണ് എന്ന് ഇതിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, സ്ഥാപനം തട്ടിപ്പ് നടത്താതിരുന്നാൽ ഇത്തരത്തിൽ പിടിച്ചെടുക്കേണ്ട സാഹചര്യവും ഉണ്ടാകുന്നില്ല എന്നത് ശ്രദ്ധിക്കുക. പുതിയ കണക്കുകൾ പ്രകാരം ഭാരതത്തിലാകമാനം 37 ലക്ഷം NGOകൾ പ്രവർത്തിക്കുന്നതായാണ് കണക്കുകൾ വ്യക്തമാകുന്നത്. ഇതിൽ മതപരമായി നോക്കുകയാണെങ്കിൽ ഹിന്ദു സംഘടനകളാണ് കൂടുതൽ വരിക. ശ്രീരാമകൃഷ്ണ മിഷൻ, ആർട്ട് ഓഫ് ലിവിംഗ് ഫൗണ്ടേഷൻ, ശ്രീ സത്യസായി ഓർഗനൈസേഷൻ, ചിന്മയ ഫൗണ്ടേഷൻ, ശിവാനന്ദ യോഗ വേദാന്ത സെന്റർ എന്നിവ ഇവയിൽപ്പെടും. പ്രസ്തുത ഭേദഗതി ഈ സംഘടനകൾക്കെല്ലാം ബാധകമാണ് എന്നിരിക്കെ കേരളത്തിലെ ക്രിസ്തുമത വിഭാഗത്തിൽ നിന്ന് മാത്രം ഇതിനെതിരെ എതിർപ്പ് വരുന്നത് പരിശോധിക്കപ്പെടേണ്ട സംഗതിയാണ്. ഇത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനോ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കോ എതിരല്ലെന്നും രാജ്യത്തിൻ്റെ പരമാധികാരവും രാജ്യസുരക്ഷയുമാണ് ഈ ഭേദഗതിയിലൂടെ ലക്ഷ്യമാക്കുന്നതെന്നും ഇത് നിഷ്പക്ഷമായി പരിശോധിക്കുന്ന ആർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. ഇതാണ് സാഹചര്യമെന്നിരിക്കെ ക്രിസ്തുമത പുരോഹിതർ ഉയർത്തുന്ന പ്രതികരണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാകാനാണ് സാധ്യത. അതല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ സുതാര്യമല്ല എന്ന് പറയേണ്ടി വരും. വരും കാലങ്ങളിൽ നമുക്ക് ഇതിനുള്ള ഉത്തരം ലഭിക്കും എന്ന് പ്രതീക്ഷിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പരിചയപ്പെടുത്തുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി.